ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. കുറേ ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് വിഷുവൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ചെറിയ തിരക്കുകളൊക്കെ ആയിരുന്നു. പിന്നെ പിള്ളേർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് ചെയ്യാനൊക്കെ ഒരു ഇത്തിരി ഡിലേ ആവുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് ഇട്ടിട്ടും കുറേ നാളായി. അപ്പോൾ കുറച്ച് പേരൊക്കെ മെസ്സേജിൽ വന്ന് നമുക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു തുടങ്ങിട്ടോ, എന്തോ വീഡിയോ ഒന്നും കാണുന്നില്ലേ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ അന്വേഷിച്ചവർക്ക് എല്ലാവർക്കും താങ്ക് യു. നമ്മളെ അന്വേഷിക്കാനും കാണാണ്ടാവുമ്പോൾ അന്വേഷിക്കാനും അതുപോലെ എവിടെയാണെന്നൊക്കെ ചോദിക്കാനൊക്കെ നമുക്ക് കാണുക പോലും ചെയ്യാത്ത ആരൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ടെന്നുള്ളത് കുറേ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ, മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നതിന് താങ്ക് യു. അപ്പോൾ നമ്മളിത് ഇന്ന് ഇടാൻ പോകുന്നത് ഒരു സെയിൽ വീഡിയോ ആണ്. അപ്പോൾ സെയിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ പുതിയ സ്റ്റോക്കൊക്കെ ഒന്ന് എല്ലാവരെയും കാണിച്ചിട്ട് നമുക്കിനി ബാക്കി വീഡിയോസിലോട്ട് കിടക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് മെച്യൂർഡ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മെച്യൂർഡ് പ്ലാന്റ്സ് സെയിലിനായിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള മെച്യൂർഡ് പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് ആവശ്യമുള്ളവർ അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരികയോ അല്ലെങ്കിൽ മൊത്തമായിട്ട് മെച്യൂർഡ് പ്ലാന്റ്സിൻ്റെ കാറ്റലോഗ് വേണമെങ്കിൽ അങ്ങനെ അയച്ചു തരികയാണ്, അല്ല അത് ചോദിക്കുകയാണെങ്കിൽ അതായത് നമ്മളെല്ലാ ഫോട്ടോസും അയച്ചു തരുന്നതായി. പിന്നെ ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ മെച്യൂർഡ് പ്ലാന്റ്സും ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് ആണ്. അതായത് നമ്മൾ മെച്യൂർഡ് പ്ലാന്റ് ആയിട്ട് തന്നെ ഇമ്പോർട്ട് ചെയ്തുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. എല്ലാവരും ചോദിക്കുന്നത് വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണോ എന്നാണ്. അപ്പോൾ നമുക്ക് ഫ്ലവറായിട്ട് പ്ലാന്റ്സ് ഇമ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റുകളാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ തീരെ ഒരു കുറഞ്ഞ വില നമ്മൾ പ്രതീക്ഷിക്കും. നമ്മൾ സീഡ്ലിങ്സ് വാങ്ങിച്ച് വളർത്തി വലുതാക്കിയ പ്ലാന്റ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു അഫോർഡബിളായ റേറ്റിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മെച്യൂർഡായ പ്ലാന്റ് ആയിട്ട് തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ അതിന് എങ്ങനെയായാലും ഒരു അത്യാവശ്യം മോശപ്പെട്ട രീതിയിലല്ലാത്തൊരു വില എന്തായാലും വരും കേട്ടോ. അപ്പോൾ 400 രൂപയ്ക്ക് മുകളിലാണ് എല്ലാ പ്ലാന്റും വരുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റും കേട്ടോ മെച്യൂർഡ് ആയിട്ടുള്ള നിയർ ബ്ലൂമിങ് സൈസ് പ്ലാന്റ് അല്ലെങ്കിൽ ബ്ലൂമിങ് സൈസ് പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ വന്ന് ബഡൊക്കെ വന്ന് തുടങ്ങിയ അല്ലെങ്കിൽ എന്താ പറയുക അത്രയും പെട്ടെന്ന് പൂക്കുന്ന ഒരു സൈസിലെത്തിയ പ്ലാന്റുകളാണ്. അപ്പോൾ നമ്മൾ മുൻപ് കാണിച്ചു പോയത് നമുക്ക് വന്നിട്ടുള്ള സ്റ്റോക്കാണ്. എല്ലാം തന്നെ നല്ല ഹെൽത്തിയായ അത്യാവശ്യം നല്ല ബുഷിയായ. അപ്പോൾ ബുഷി ആയതെന്ന് പറയുമ്പോൾ ഓരോ വെറൈറ്റികൾ അതിൻ്റെ വെറൈറ്റി അനുസരിച്ച് തന്നെ ചില പ്ലാന്റുകൾ എല്ലാം തന്നെ നല്ല ബുഷിയായിട്ടാണ്. ആ ഒരു മിനി പിങ്ക് 3 ലീഫ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് വന്നിട്ടുള്ള എല്ലാ സ്റ്റോക്കും നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. കണ്ടാൽ കൊതിയാവുന്ന ഒരു പോട്ട് നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റുകളാണ്. എന്നാൽ എല്ലാ വെറൈറ്റി അതുപോലെയല്ല, വെറൈറ്റി അനുസരിച്ച് ഓരോന്നും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് പ്ലാന്റ് ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാക്കിങ്ങിന് മുൻപായിട്ട് നമ്മളിവിടുന്ന് പാക്ക് ചെയ്ത് അയക്കുന്നതിന് മുൻപായിട്ട് പ്ലാന്റ് കസ്റ്റമർക്ക് കാണിച്ച് കൺഫർമേഷൻ വാങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ പ്ലാന്റ് അയക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മുടെ പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ സ്പീഡ് പോസ്റ്റ് വേണ്ടവർ നമുക്ക് അഡ്രസ്സ് അയക്കുന്നതിൻ്റെ ഒപ്പം പ്രത്യേകം സ്പീഡ് പോസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. കാരണം നമ്മുടെ 90% നമ്മൾ കൊറിയേഴ്സ് അയക്കുന്നത് DTDC വഴിയാണ്. അപ്പോൾ സ്പീഡ് പോസ്റ്റ് നിന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി കൊറിയർ അയക്കാറുള്ളൂ. നേരത്തെ നമ്മൾ 400 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞു. അപ്പോൾ ഓരോ വെറൈറ്റി ഇപ്പോൾ അതിൽ എന്താ പറയുക സ്പെഷ്യലായിട്ടുള്ള വെറൈറ്റികൾ നല്ല ട്വിസ്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ സ്പെഷ്യൽ വെറൈറ്റീസ് എല്ലാം റേറ്റ് കൂടിയ വെറൈറ്റീസ് ആയിരിക്കും. 400 രൂപയല്ല, നമുക്ക് അതിനും കൂടിയ റേറ്റിലാണ് കേട്ടോ ഓരോന്നും വരുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ വെറൈറ്റിയൊക്കെ കുഞ്ഞ് സീഡ്ലിങ്സ് വാങ്ങിച്ച് വളർത്തി വലുതാക്കി ഫ്ലവർ ചെയ്യിക്കാൻ ക്ഷമയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളത് കൂടിയാണ് നമ്മുടെ ഈ മെച്യൂർഡ് പ്ലാന്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഓർക്കിഡൊക്കെ ആദ്യമായിട്ട് വളർത്തുന്നവർക്കും ചൂസ് ചെയ്യാൻ പറ്റിയൊരു കാറ്റഗറി ആണെന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു മെച്യൂർഡ് പ്ലാന്റ്സിൻ്റെ കാറ്റഗറീനെ പറയുന്നത്. കാരണം നമ്മൾ പ്ലാന്റ് വാങ്ങി ഒരുപാട് കാലം ഫ്ലവർ ചെയ്യാനും അതിൻ്റെ ഗ്രോത്തിനൊക്കെ വേണ്ടി നമ്മൾ എന്താ പറയുക ക്ഷമാപൂർവ്വം കാത്തിരുന്ന് ഫ്ലവർ ചെയ്യാണ്ടാവുമ്പോഴുള്ള നിരാശ നമുക്ക് ഈ ഓർക്കിഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റിനോട് തന്നെ ഒരു ഇഷ്ടക്കുറവ് തോന്നും. അതേസമയം നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വാങ്ങുകയാണെങ്കിൽ അധികം വൈകാണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ പോട്ട് ചെയ്ത് കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 3 മാസം കൊണ്ട് തന്നെ ആദ്യത്തെ ബഡൊക്കെ വന്ന് സുന്ദരമായ ഓർക്കിഡ് പൂക്കൾ നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞു തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ഓർക്കിഡ് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ എപ്പോഴും ചൂസ് ചെയ്യായിരിക്കും നന്നാവുക. പിന്നെ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെക്ക് ചെയ്യാനോ റിപ്ലൈ കിട്ടാനോ ഒരു ഇത്തിരി വൈകിയെന്ന് കരുതിയിട്ട് ആരും വിഷമമൊന്നും കരുതരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെല്ലാം തന്നെ റഫറൻസ് പിക്കുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 95% റഫറൻസ് പിക്കിനേക്കാളും നമുക്ക് ഗാർഡനിൽ ഫ്ലവർ വിരിയുന്ന സമയത്ത് അതിനേക്കാളും ഭംഗിയുള്ള പൂക്കളായിട്ടാണ് തോന്നാറ്. അപ്പോൾ ഈ ഒരു
പിക്കിനേക്കാളും ഭംഗിയായിട്ടാണ് മിക്കവാറും പൂക്കൾ വിരിയാറുള്ളത്. എന്നാൽ അതേസമയം ചില വെറൈറ്റീസ് മാത്രം ഈ റഫ് ആൻഡ് പിക്കിനേക്കാളും ഒരു ലൈറ്റ് കളറായിട്ടൊക്കെ വിരിയാറുണ്ട്. അപ്പോൾ ആ ഒരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സെയിൽ വീഡിയോസൊക്കെ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യാനിരിക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.